ഇത് പഴയ ഗവർണറെന്നോ പുതിയ ഗവർണറെന്നോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. നയമാണ് പ്രശ്നം. രാജേന്ദ്ര അർലേക്കർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോ SFI കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ? നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത്, സംഘപരിക്കാൻ ശ്രമിച്ചത്, ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ നടപടിയിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കാര്യങ്ങൾ കളിക്കാൻ ഗവർണറെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സർവകലാശാല ആരുടെയാണ് മാഡം? സർവകലാശാല ആരുടെയാണ്? ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളെ കൊടുക്കാറുണ്ടല്ലോ. ഈ കേരള സർവകലാശാല VC-ക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കെട്ടിക്കിടക്കാൻ ഞങ്ങളെല്ലാവരും മറ്റാരെ വിളിക്കുക? ഞങ്ങൾ VC-യുടെ ഓഫീസ് വിരോധിക്കാണ് തീരുമാനിച്ചത്. ആ സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി VC ഇവിടെ കയറ്റാതിരിക്കാൻ വേണ്ടി സമരമാണ് ഞങ്ങൾ നടത്താൻ.